ഇതൊരു ചെറിയ മഴയുടെ ബാക്കി പത്രമാണ്. എന്നാൽ ഇതിന് പിന്നിലുള്ളത് വർഷങ്ങളായുള്ള അവഗണനയുടെ കഥയാണ്. വടകര പുതിയ ബസ് സ്റ്റാൻഡിലെ വ്യാപാരികൾ എന്ന് ചോദിക്കുന്നത് ഒന്നേയുള്ളൂ: ഞങ്ങളുടെ കണ്ണീരിന് എന്നാണ് അധികൃതർ വില കൽപ്പിക്കുക? ഞായറാഴ്ച പെയ്ത ഒരു സാധാരണ മഴയിൽ പോലും വടകര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെള്ളം കയറി. നിരവധി കടകളിലേക്കാണ് വെള്ളം കയറിയത്. കടകളിലെ സാധനങ്ങളിൽ വെള്ളം കയറി നാശനഷ്ടമുണ്ടായി. ശ്രീമണി ബിൽഡിംഗിലെ കടകളിൽ പലതിലും വെള്ളം കയറി. കണ്ണടപ്പീടികയിലും ബാർബർ ഷോപ്പിലും ചെളിവെള്ളം കയറിയത് ദുരിതമായി. വെള്ളക്കെട്ട് തുടരുന്ന സ്ഥിതി. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ കൂൾ ബാർ, ബേക്കറി, ചെരുപ്പ് കട ഉൾപ്പെടെയുള്ള കടകളിലും വെള്ളം കയറി. ചെളിവെള്ളമാണ് കടകളിലേക്ക് കയറിയത്. ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നതിനാൽ വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യമില്ലാത്തതാണ് പ്രശ്നം. ചെറിയ മഴ പെയ്തപ്പോഴേക്കും കടകളിൽ വെള്ളം കയറുന്ന സ്ഥിതിയാണ്, അതും ചെളിവെള്ളം. രാവിലെ സ്ഥാപനങ്ങൾ തുറക്കാൻ എത്തിയവരെല്ലാം ചെളി നീക്കി കടകൾ വൃത്തിയാക്കേണ്ട ജോലിയിലായിരുന്നു. ഇതൊരു പുതിയ സംഭവമല്ല. കഴിഞ്ഞ കുറെ വർഷമായി ഓരോ മഴക്കാലത്തും ഇവിടുത്തെ വ്യാപാരികൾ അനുഭവിക്കുന്ന ദുരിതമാണിത്. ഓരോ തവണ വെള്ളം കയറുമ്പോഴും നഗരസഭ വരും, പരിശോധന നടത്തും, വാഗ്ദാനങ്ങൾ നൽകും. പക്ഷേ മഴ തോരുമ്പോൾ ആ വാഗ്ദാനങ്ങൾ ഒലിച്ചു പോകും. ഒരു ശാശ്വത പരിഹാരം കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. വേനൽ മഴയിൽ തന്നെ സ്ഥിതി ഇതാണെങ്കിൽ വരാനിരിക്കുന്ന കാലവർഷത്തിൽ എന്തായിരിക്കും അവസ്ഥ? സ്റ്റാൻഡിലെ ശാസ്ത്രീയമല്ലാത്ത ഡ്രെയിനേജ് സംവിധാനമാണ് ഈ ദുരവസ്ഥയ്ക്ക് പ്രധാന കാരണം. വെള്ളം ഒഴുകിപ്പോകാൻ വഴിയുണ്ടാക്കാതെ സ്ലാബുകൾ ഇട്ടതുകൊണ്ട് മാത്രം കാര്യമില്ലെന്ന് വ്യാപാരികൾ ആവർത്തിച്ചു പറയുന്നുണ്ടെങ്കിലും അധികൃതർക്ക് ഇപ്പോഴും മൗനം മാത്രം. കഴിഞ്ഞ 30 വർഷമായി കച്ചവടം നടത്തുന്ന ആളാണ് ഞാൻ. പക്ഷേ അതിൽ നിന്നും വിപരീതമായിട്ട് 10-15 വർഷം ശേഷം വളരെ പുതിയ ബസ് സ്റ്റാൻഡിൽ വർഷാവർഷം ഒരു 10-60 ഷോപ്പിൽ വെള്ളം കയറുന്നു. അത് ലക്ഷക്കണക്കിന് രൂപ നഷ്ടം സംഭവിക്കുന്നു. അതിനുശേഷം നമ്മൾ മുനിസിപ്പാലിറ്റി അധികാരികളെ ബന്ധപ്പെടുന്നു. പക്ഷേ ഇതുവരെയായിട്ട് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകാൻ സാധിച്ചില്ല. പല പ്രാവശ്യങ്ങൾ നിവേദനം കൊടുക്കുന്നുണ്ട്, മുനിസിപ്പൽ അധികാരി കാണുന്നുണ്ട്. പക്ഷേ എല്ലാത്തിനും ഒരു ഒഴുക്കം മറ്റുള്ള മറുപടി അല്ലാതെ ഒരു ശാശ്വത പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ ഗുരുതരമായ അനാവസ്ഥയാണ് ഇതിന് കാരണം. ഇന്നലെ രാത്രി ഏകദേശം 3 മണി മുതൽ 3:30 അരമണിക്കൂർ മഴയിൽ 60-ൽ പരം ഷോപ്പിലാണ് വെള്ളം കയറിയത്. ഇവിടെ PGK ബേക്കറി മുതൽ ജാനകി ബിൽഡിങ്, അൽമ ബിൽഡിങ്, മറ്റേ ശ്രീമണി ബിൽഡിങ്, ബാറ്ററി ഹൗസിൽ അപ്പോൾ 10-60 ഷോപ്പുകൾ വെള്ളം കയറിയിട്ട് ഓരോ ഷോപ്പുകാർക്കും ലക്ഷക്കണക്കിന് രൂപ നഷ്ടം ഉണ്ടായിരിക്കുന്നത്. അപ്പം കച്ചവടത്തെ സംബന്ധിച്ചോളം എല്ലാ വർഷവും ഇത് ഇങ്ങനെ നഷ്ടം സംഭവിക്കുക വെച്ചാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഇതൊരു ശാശ്വത പരിഹാരം വേണമെന്നാണ് മുനിസിപ്പൽ അധികൃതർ അപേക്ഷിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഡ്രെയിനേജ് ഈ ഒരാഴ്ച മുമ്പേ തന്നെ എല്ലാ പത്രങ്ങളിലും എല്ലാ ദൃശ്യമാധ്യമങ്ങളിലും ഈ അലേർട്ട് കൊടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തെങ്കിലും ഈ ഓവുചാലിലെ പിന്നെ ബ്ലോക്ക് തടസ്സം നീക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിയും മുനിസിപ്പൽ അധികാരത്തിൽ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 35 വർഷമായിട്ടുള്ള ഡ്രെയിനേജ് വരെ മണ്ണെടുക്കാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ കാരണം കൊണ്ടാണ് ഈ വെള്ളം ഇത്രയും ബ്ലോക്കായിട്ട് കടകളിലേക്ക് വെള്ളം കയറുന്നത്. ഇതിൻ്റെ ശാശ്വത പരിഹാരം കണ്ടേ പറ്റൂ. കൃത്യമായ വാടക, കൃത്യമായ ടാക്സും മുനിസിപ്പാലിറ്റി അധികൃതർ പറയുന്ന എല്ലാവിധ നിർബന്ധം പാലിച്ചുകൊണ്ട് കച്ചവടം നടത്തുന്നത്. അത്തരം കച്ചവടക്കാരെയാണ് ഇവർ കണ്ടില്ല എന്ന് നടിക്കുന്നത്. അതിനൊരു ശാശ്വത പരിഹാരം കണ്ടേ പറ്റൂ. ഇതിനെതിരെ വ്യാപാരി വ്യവസായ സമിതി പ്രതിഷേധ സമരത്തിന് ഇറങ്ങാൻ പോവുകയാണ്.